ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 2 ദിവസമായി ഗൈസ് വണ്ടിയൊക്കെ വാങ്ങിയിട്ട്. വണ്ടി വാങ്ങി നമുക്ക് റെസ്റ്റ് ഇല്ല, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഓട്ടത്തിലാണ് ഇട്ടാ ഗൈസ്. ഓരോരോ ആവശ്യത്തിനായിട്ടും പെരീത്തെ സാധനങ്ങൾ വാങ്ങാനായിട്ടും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് ഓട്ടത്തിലാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ വണ്ടി ചെക്കൊക്കെ ചെയ്തു. എന്താ വണ്ടിന്റെ അവസ്ഥ? കുഴപ്പമില്ല, സെറ്റാണ്, വണ്ടി കുഴപ്പമൊന്നുമില്ല. നല്ലൊരു വണ്ടി നമുക്ക് കിട്ടി. വേറെ അതും നമ്മളെ നിലമ്പൂര് രജിസ്ട്രേഷൻ തന്നെ കേട്ടോ, KL 71. ഇത് ആരുതാണ് ആവുക? ഇതിന് മുമ്പത്തെ വണ്ടി. എന്തായാലും ആള് നല്ല നീറ്റായിട്ടാണ് കൊണ്ടു നടന്നിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് കൂടി ചെയ്യും. ആ നീറ്റ് ഗായ്സ് ഇന്നത്തോടൊക്കെ പോകോ ഇല്ലേന്ന് നമുക്കറിയില്ല. കാരണം ഇമ്മാന്റെ അടുത്താണ് ഇന്ന് വണ്ടി കൊടുക്കാൻ പോണത്. കാരണം ഇമ്മാക്ക് ഗായ്സ് വണ്ടി ഓട്ടാൻ അറിയില്ല, ഇമ്മമാക്ക് ഓട്ടാൻ അറിയില്ല. നമ്മൾ കുറെ റീൽസ് ഒക്കെ ചെയ്തിനല്ലോ. ആ റീൽസിലൊക്കെ ഇമ്മമ്മക്കടാ എന്താ അടിപൊളിയായിട്ടല്ലേ പോണത്. പക്ഷേ ഗായ്സ് അതൊക്കെ ഭയങ്കര ക്രിയേറ്റിവിറ്റി കേട്ടോ. വൻ കൈകളുണ്ട് ഞങ്ങളെല്ലാരും. ഒന്നല്ലെങ്കിൽ ഇന്റെ കൈ അല്ലാന്നുണ്ടെങ്കിൽ അയ്യന്റെ കൈ. അത് ഇമ്മ ഓട്ടുമ്പോ പോലും ഇമ്മ ആക്സിലേറ്റർ കൂടിയിട്ടുണ്ടല്ലോ, ഉമ്മ സ്പീഡ് കൊടുക്കി. പക്ഷെ ഞങ്ങള് ബാക്കിൽ നിന്ന് ചിരിയും കളി ഉണ്ടെങ്കിലും നമ്മളൊരു കണ്ണ് അതിന്റെ മുകളിലുണ്ട്. അല്ലാതെ ഉമ്മ ഒന്നും ഓട്ടി പോണതല്ല കേട്ടോ. എല്ലാരും പൂതി എന്താ അറിയോ, ഇമ്മ ബൈക്ക് ഓട്ടും, ഉമ്മ സ്കൂട്ടി ഓട്ടും. ഏതാല്ലേ ആ അതിന്റെ അടിയിൽ ഇമ്മമാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പഠിക്കാം അല്ലേ. എന്നാലും നമ്മൾ മതി. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ഇമ്മാനെ നമ്മള് സ്കൂട്ടി അടുപ്പിച്ചാൻ വേണ്ടി കൊണ്ടുപോവാണ്. എവിടക്കാ കൊണ്ടുപോകണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരന്റെ അവിടെ. എന്താ വെച്ചാൽ വണ്ടി എടുത്താണ് പോകാൻ. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു പോകാം. നമ്മള് മിക്ക ടൈം ഇവിടെ ഉണ്ടാവില്ല. നമ്മളൊന്നെങ്കിൽ പ്രൊമോഷന്റെ വർക്കിനായിട്ട് എവിടേക്കും പോകും, അല്ലാന്നുണ്ടെങ്കിൽ ചെക്കന്മാരെ പേരിക്ക് പോകും. അപ്പൊ അവിടെ മുടിയൊന്നും ഇതാക്കി ഏതാ കോലം നോക്കി വലിയ കാര്യമായിട്ട് പോയി ചെയ്താണ്. പക്ഷെ പാളി ആകെ മൂഞ്ചി. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത്, ഇവിടെ ഫുൾ ടൈം ഞങ്ങൾ പെരിയിൽ ഉണ്ടാവില്ല. അപ്പം ഇവിടേക്ക് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഓട്ടോറിക്ഷ വിളിച്ചാലല്ലേ ചെയ്യല്. ഒന്നല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഇമ്മ നടന്നു പോകും. കാരണം നമ്മളില്ലാത്ത ടൈമാണ്. നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഗൈസ് നമ്മുടെ എന്താ ഒപ്പം തൊട്ട് ഇല്ലേ, എത്ര വർഷമായി ഇപ്പൊ നമ്മൾ കുറ്റം പറയുന്നില്ലല്ലോ അല്ലേ. നമ്മളുണ്ടല്ലോ മൈജിയിൽ വർക്ക് ചെയ്തോണ്ട് നിന്നപ്പോ അതിന്റെ മുമ്പില്ല വണ്ടി 4-5 വർഷമായി നമ്മളിണ്ടാ സാധനം. ഇപ്പോഴും ചെറിയ ചെറിയ കംപ്ലൈന്റ് ഒക്കെ വരുന്നുള്ളൂ. പക്ഷേ വണ്ടി നമ്മളെ കൊണ്ടുപോകും ഇല്ലേ, എവിടെയും കൊണ്ടേ ഇട്ടിട്ടില്ല. ഞങ്ങൾക്ക് എവിടേക്കൊക്കെ പോകുമ്പോ അതുകൊണ്ടാ പോലെ. പിന്നെ ഇവിടെ പെരിയിലുള്ള ഇവര് രണ്ടാളാണ്. അപ്പൊ പെരിക്ക് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവര് ഓട്ടോറിക്ഷ വിളിച്ചാണ് ചെയ്യല്. ഒരു 100 രൂപ 50 രൂപ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങാൻ കൊടുക്കും. ഇന്നാലും പേടിയാണ് ഇമ്മാനും. എനിക്കുണ്ടല്ലോ ഓരോരോ താത്തമാരും ഓരോരോ പെൺകുട്ടികളൊക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോ എനിക്ക് പേടിയാണ്. കാരണം നമ്മളൊരാരും കുറ്റം പറയല്ല. കാരണം ഇവരെ പോക്ക് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. അപ്പൊ ഞാനൊക്കെ ആലോചിക്കണ എന്താ അറിയോ, പഠിച്ചോണെ എന്റെ ഉമ്മക്ക് വണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ. ഇവരെ കാരണം കൊണ്ട് എത്രങ്ങാനും ആക്സിഡന്റ് ഉണ്ടാവുന്നില്ലേ, എത്രങ്ങാനും. ശരിയാണ്, നമ്മളാരും കുറ്റം പറയില്ലട്ടോ. അതായത് ശരിക്കും പഠിച്ചാത്തതിന്റെ പ്രശ്നമാണിത്. കാരണം ചിലപ്പോ ഇൻഡിക്കേറ്റർ ഇട്ട് ചിലപ്പോ അങ്ങോട്ട് വളക്കും. എനിക്കൊക്കെ മെയിൻ ആയിട്ട് ഉമ്മാനോട് ഉമ്മ പറയാണ് അതൊക്കെ എന്തിനാന്ന്. കണ്ടോ ഇതാണ് ഒരു വളവുണ്ട്, വളക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് വളവെന്ന് ഞാൻ ഹോൺ അടിച്ചാൽ പറഞ്ഞു. എന്തിനാ ഹോൺ അടിച്ചിന്? ഓല് വരികയാണെന്നിട്ട് ഓല ആയിക്കൂടെ പോകൂലേ, റോഡിന്റെ പോകാം. ഈ ഒരു മൈൻഡാണ്. നമ്മള് റോഡിൽ നിന്ന് മാറി നിക്കണം. അതന്നെ പറഞ്ഞത്. വണ്ടി പോണോയിക്കോട്ടെ എന്ന്. അതാണ് അതുകൊണ്ടാണ് ഉമ്മ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മെയിൻ റോഡിക്ക് ഇല്ല. നമ്മൾ ഈ റോഡുണ്ടല്ലോ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അമ്മ, നമ്മൾ ഈ റോഡുണ്ടല്ലോ ആ റോഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി കിടക്കാം സാധനം വാങ്ങാന് അങ്ങനെ. ആ പിന്നെ മെയിൻ ആയിട്ട് ഉമ്മ സൈക്കിള് പോലും ഉമ്മക്ക് ഓട്ടാലിന്റെ ബാലൻസ് ഇല്ലല്ലോ. ആ അപ്പൊ ഉമ്മമാക്കോ? ഉമ്മമാന്റെ കാലത്ത് പിന്നെ സൈക്കിൾ ഇല്ലല്ലേ. ഞാൻ തൊട്ടിട്ടില്ല. നമ്മള് തൊടിയിപ്പിച്ച എന്തായാലും നമ്മള് മെല്ലെ നമ്മള് തൊടിയിപ്പിച്ച ഇന്നത്തെ. അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങല്ലേ. കൊറേ എല്ലാ പെണ്ണുങ്ങളും ഓട്ടുമ്പോ ഒരു പൂതി അതുകൊണ്ടാണ്. പൂതിയൊക്കെ നല്ലതാണ്. മക്കൾക്ക് മഞ്ഞും വേണം. ആ അതാണ് മക്കൾക്ക് ഇഞ്ഞുമാണെന്ന്. അപ്പൊ അതുണ്ടായാൽ മതി. ഇപ്പൊ ഒരട്ട ലിഗ്മെന്റ് എന്നാലും കുഴപ്പമില്ല. കാലിന്റെ ലിഗ്മെന്റ് വണ്ടി വന്നല്ലോ, അത് വറു കൊടുക്കാൻ പോയിട്ടാണ്. അല്ല നാളെ കൊണ്ടുപോയി ഇപ്പൊ എന്നെ തള്ളിയിട്ടാണ്. അതിന്റെ മുറിയൊക്കെ മാറി വരുന്നുള്ളൂ. പിന്നെ ബൈക്കിന്റെ മായിക്കല്ലല്ലോ സ്കൂട്ടി. സ്കൂട്ടി പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താം. പക്ഷേങ്കിൽ സ്കൂട്ടി ഡേഞ്ചറുമാണ്. കാരണം ബൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഗിയർ ഉണ്ട്, അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. പക്ഷേങ്കിൽ സ്കൂട്ടി അങ്ങനെയല്ല. ചാവി ആക്സിലേറ്റർ ഇങ്ങനെ ഇത് ഉമ്മ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോകും, പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഈ സാധനത്ത് നമ്മളെ ബൈക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ബൈക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കും,
സ്കൂട്ടി അങ്ങനെയല്ല. അപ്പൊ ഇതൊന്നും കൈ വിടണം. കൂടുതൽ പോകാതെ കാലിൽ ഒരു സാധനം ഉണ്ടല്ലോ കടിപ്പിച്ചല്ലേ അങ്ങനെ. ആ ഉണ്ട് ഞാൻ കണ്ടിക്കണോ അത് കടിപ്പിച്ചാ കാണാം. ഞാനോട്ട് പോയി കടിപ്പിച്ചളി കൂടുതൽ പോകാതെ ഏത് ഗിയറോ? അതായത് ഗൈസ് വണ്ടിക്ക് പുതിയ വണ്ടിയാണ്. നമ്മള് ചെറിയ ചെറിയ സ്ക്രാച്ചുകളുള്ളൂ ഇമ്മാതിരി ഇതൊക്കെ കൊടുക്കണത്. അപ്പൊ നമുക്ക് ഒരു കമ്പി ഉണ്ട്. ആ കമ്പി നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിട്ട് ചെറിയ ശ്രദ്ധ വേണം. അതായത് ഈ കമ്പി നമ്മൾ ഊരിട്ടിക്കാണ്. ഇവിടെ അല്ല കമ്പി. ഈ ലൈറ്റിന്റെ ഈ ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു കമ്പി ഉണ്ട്. ആ കമ്പി നമ്മൾ ഊരിട്ടിക്കാണ്. ഇമ്മാനെ അത്രക്കാണ് നമ്പാനായിട്ടില്ല. ഇമ്മാനെ അധികം നമ്പാനായിട്ടില്ല. ഇമ്മ പഠിച്ചുമ്പോ ഈ സാധനം എന്തായാലും മസ്റ്റ് ആണ്. എന്തായാലും വേണം. അപ്പൊ ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ഊരിട്ടോളി എന്നിട്ട് നിങ്ങൾ വന്നേക്കാ ഇട്ടോണ്ടി എടുക്കാൻ. അതാ നല്ലത്. സ്ക്രൂ ഡ്രൈവർ ഇല്ല, അത് കത്തി എടുത്തല്ലേ. കത്തിയോടെ ചെറു കത്തി. അപ്പൊ നമുക്ക് ഈ സാധനം ശരിയാക്കിട്ട് അടാ ഇങ്ങളെന്താ അവിടെ ഇവിടെ വരി. അവിടെ ടീം നേരെ താഴത്തൊരു പേരുണ്ടോ? ആ താഴത്തെ കുട്ടികളാണ്. ഇവരെന്താ വന്നിട്ട് മിണ്ടാ നീ നിങ്ങള് ബാ കേക്കാണീന്നോ? മടിയാണോ ഞങ്ങക്ക്? ഗൈസ് നമ്മള് പറയുന്ന സംഭവങ്ങളൊക്കെ കേട്ട് നിക്കാണീ പോലെ പോണ് മണ്ടി പോണ്. ആ വരുന്നുണ്ട്. ബാ വെറുതെ പേര് പറഞ്ഞാ മതി. ബാ വരി. ആ പോണ് ഓളൊറ്റക്കാക്കി പോയി. പേരാണ് അയോണ. ഇനി ഓൽക്ക് അസൂയാട്ടെ. അതായത് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കാട്ടോ. നിങ്ങള് പോയിക്കോളി വേണമെങ്കിൽ. എന്താ എന്റെ പേര്? എത്രാം ക്ലാസ്സിൽ പഠിച്ചേ? 7ാം ക്ലാസ്സിലോ? എവിടെയാണ്? അതിന്റെ സ്ഥലം എവിടെ? സ്ഥലങ്ങളുടെ അവിടെ നിങ്ങളില്ലട്ടോ. നിങ്ങളില്ല ഈ വീഡിയോയില്. നിങ്ങക്ക് മടിയല്ലേ? നിങ്ങളില്ല. നമ്മള് ഈ നേരെ ഈ താഴത്തെ വീട്ടിലത്തെ അവിടുത്തെ മകളെ കുട്ടിയല്ലേ? കുട്ടിയല്ലേ? നമുക്ക് ട്യൂഷനൊക്കെ എടുത്തില്ലേ? ആ ചേച്ചി നമുക്ക് ട്യൂഷനൊക്കെ എടുത്തു ഗൈസ് പണ്ട്. പക്ഷെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അതായത് ഞങ്ങള് കുത്തിത്തിരിഞ്ഞ് നടന്നു. ആ ചേച്ചി എല്ലാം പഠിപ്പിച്ചു. നമുക്കാണ് ട്യൂഷൻ എടുത്തത്. ഓക്കെ വീഡിയോ ആണല്ലേ ചേച്ചി? കാണി വണ്ടി ഗൈസ്. ഈ ഒരു സാധനം ഗൈസ് വേഗം ഫിറ്റ് ചെയ്തിട്ട് ഇരുട്ടാവുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മളെ വണ്ടിന്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കമ്പി. ഈ കമ്പി കുറച്ച് സേഫ്റ്റിയാണ്. അതായത് വണ്ടിന്റെ ഹെഡ്ലൈറ്റ് ഒന്നും പറ്റൂല അല്ലേ? നമുക്ക് ഇറങ്ങിയല്ലടാ. ഇത് ഉമ്മമാനെയും കൊണ്ടിട്ട് സ്കൂട്ടിമ്മ ചെല്ല്. ഞാൻ എന്നാല് ഉമ്മാനെയും കൊണ്ടിട്ട് ബൈക്കുമ്മ വരാം. അപ്പൊ ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ഈ സാധനം ഉണ്ടായതുകൊണ്ടും വലിയ മക്കൾ സുഖമായിട്ട് ഇത് മമ്മ എങ്ങനെ കേറണേ? അത് കിക്കറാണ്. അതിമീൻ ചോട്ടില്ലേ? ഓക്കെ അല്ലേ? ഇനി മുക്കൂലല്ലോ. അങ്ങനെ പിടിച്ച് ഇറങ്ങിക്കളി. പിടിച്ച് കിട്ടും മാമ. സ്കൂട്ടി ആയതുകൊണ്ട് ഉമ്മമാക്ക് കേറാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. ഇറങ്ങാനും കേറാനും കുറച്ച് സുഖാണ്. എന്നാ ഞമ്മക്കടെ പോവല്ലേ? പിന്നെ വേറൊരു കാര്യം കേട്ടോ. നമ്മളെ തത്തമ്മ നമ്മളോട് നല്ലോണം ഇണങ്ങുന്നുണ്ട്. കാരണം കയ്യിലൊക്കെ ഇങ്ങനെ തീറ്റ കൊടുത്തിട്ട് ഓള് വാങ്ങുന്നുണ്ട് അല്ലേ? അത് ഭയങ്കര പേടിയാ. പിന്നെ വേറെ ആരെങ്കിലും ഒക്കെ പെരി കയറി കഴിഞ്ഞാൽ എന്താണ് ഒച്ചപ്പാടല്ലേ? നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വലിയ ഒച്ചൊന്നും ഇല്ല. അടുക്കളയിൽ എവിടെയാണെങ്കിൽ ഒച്ച ഇട്ട് പാഞ്ഞു വരുമ്പോ ആരെങ്കിലും വരികയെ അല്ലെങ്കിൽ വല്ല പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ഉണ്ട് ഓള് പറഞ്ഞുതരുന്നുണ്ട്. ഓറഞ്ചൊന്നും തിന്നണില്ലേ? പേരക്കാക്കണേ തിന്നോൾ. ഗായ്സ് ഇത് മറ്റേ ഇംഗ്ലീഷ് നാട്ടിലൊക്കെ ഉള്ള തത്തമ്മയാണ്. ഇതിന്റെ പേര് പൈനാപ്പിൾ കോണൂറൊക്കെയാണ്. പക്ഷെ ഇത് തിന്നണ പേരക്കൊക്കെയാണ്. ഓളെ തീറ്റാന്ന് പറഞ്ഞാൽ അതാ സണ്ണാണ്. സൺഫ്ലവറിന്റെ കണ്ടില്ലേ? കയ്യിൽ നിന്ന് വാങ്ങി തിന്നണ്. അത് ഇങ്ങനെയൊന്നല്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കൂടെ ആകെ വണ്ടി കളിച്ചു വേണില്ലേ? എന്നാ വാ നമുക്ക് ഇറങ്ങാം. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സേഫ്റ്റി മുഖ്യം. അതെ അത് ഇമ്മനോട്ടോ ഒക്കെ മെണ്ണ തുടങ്ങിക്കോ. ഓട്ടിക്കോ കജ്ജൊക്കെ ഒരു പറയല് വേണ്ടോ? പേടിച്ചാനൊന്നുമില്ല. പേടിച്ചിട്ട് ആവശ്യം എന്താ? ഇന്നില്ല ഒന്നുമില്ല. കൂട്ടിയല്ലേ തുടങ്ങിക്കോളി. ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യങ്ങളാ ഞാൻ പറഞ്ഞുതരാം. ഉമ്മയാണ് ഓടിക്കേണ്ടി. ആദ്യം റോഡിന്റെ സെന്റർക്ക് ഒരു ഓട്ടോറിക്ഷ ഉണ്ട്. അത് അപ്പുറത്ത് കൂടെ പോണേ. ഇല്ല കേറിക്കോളി. കുറച്ച് കയറ്റി കുറച്ച് പൊക്കിക്കോളി. ഫാൻ്റെ ഇട്ടില്ല. പത്ത് കാലം എത്തുന്നുണ്ടോ?
നിങ്ങൾക്കാണെങ്കിൽ കഴിച്ചാൽ അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാലും കുത്തൂല ഈ വണ്ടി പോകും. അതാണ് പറഞ്ഞത്. ആദ്യം കേറി ഇരിക്കല്ലേ, ആദ്യം ഇറങ്ങിക്ക്. ഒന്നായിട്ട് ബാക്കിക്ക് പോലെ കുറച്ച് മുമ്പ് ഇരുന്നാണ് ഇരിക്കും. ഇനി വണ്ടി ചാവി ഓണാക്ക്. ഓണായിക്കോ. ഓണാക്കി. ഇനി എങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ബൈക്കിന് മൈക്കല്ല, ഇത് രണ്ടും ബ്രേക്കാണ്. അതായത് ബ്രേക്ക്, ഇത് ബാക്കത്തെ ബ്രേക്ക്. ബാക്കത്തെ ബ്രേക്കുമ്പോൾ പിടിച്ചിക്ക്. ഇനി ഇതൊന്നും കാട്ടണ്ട. ഇനി ഈ സെൽഫ് വെക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ച് കൂട്ടാം. കുറച്ച്, ഒന്നായിട്ടല്ല, കുറച്ച് കൂട്ടിയാൽ മതി. ഈ സാധനം ഇതൊക്കെ ഞാൻ കാര്യം പറഞ്ഞുതരാം. ഈ സാധനം ആക്സിലേറ്റർ ആണ്. ഒന്നായിട്ട് കൂട്ടി കഴിഞ്ഞാൽ ഒറ്റ പോക്കാക്കിരാ, മനസ്സിലായോ? വണ്ടി പോകും. ഇതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന സാധനം. ഇനി അഥവാ അമ്മക്ക് ഒന്നിനും കഴിയില്ലാന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ഈ ചാവി ഇങ്ങനെ ഓഫാക്കാം. ഒറ്റ ഓഫാക്കല്ലേ. മുട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രേക്കാണ് പിടിച്ച. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ബ്രേക്ക് പിടിക്കുമ്പോൾ എന്താ ആക്സിലേറ്റർ കൂടും. ആവശ്യമില്ല. അപ്പൊ ഈ ബ്രേക്ക് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ ബ്രേക്ക് പിടിക്കുക, ചാവി ഓഫാക്കുക. ചാവി ഓഫാക്കിയിട്ട് ഇത് രണ്ടും പിടിച്ച, മനസ്സിലായോ? ചാവി ഓഫാക്കിയിട്ട് നമ്മ പിടിച്ചണേ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൂടും, മനസ്സിലായോ? ഒന്നില്ല, ആലോചിച്ചാൽ വേറൊന്നുമില്ല. ചേട്ടായിക്കണി. ബാക്ക് ബ്രേക്ക് ടൈറ്റ് ആക്കി പിടിച്ചിട്ട് ആക്സിലേറ്റർ അല്ല സെൽഫാണ് കൊടുത്തോളി. കൂട്ടിനനുസരിച്ച് ഇടത്തെ കൈമത്ത് മെല്ലിച്ച വിടുക. ഒരു ഓട്ടോറിക്ഷ ഉണ്ടോ? പോയിക്കോട്ടെ. മമ്മ സൈഡ് എടുക്കുന്നതാണ്. ഇങ്ങോട്ട് വിളിച്ചപ്പോ അങ്ങോട്ട് പോയിക്കണേ. മെയിൻ റോഡ് വേണ്ട വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇഷ്ടംപോലെ വണ്ടിയാളോ. എന്ത് സുഖത്തിലാ പോണ്. അതാണ് വലിയ പണിയൊന്നുമില്ല. അതേപോലെ ഒട്ടിയാണ്. വെള്ളം ഇങ്ങനെ കൊടുത്താണ് കൈ കൊടുക്കി. മെല്ലെ കൊടുത്താൽ മതി. അങ്ങനെ കൂട്ടിയാണ് ഇങ്ങനെ വിടേണ്ട ആവശ്യമല്ല. അങ്ങനല്ല, കൺട്രോൾ കിട്ടൂല. അതായത് ഇത് മെല്ലീച്ച് എങ്ങനെ കൊടുത്തു ഇങ്ങനെ കൂട്ടി വെച്ചാൽ ഇത് വെല്ലേ, ഇത് ഒരു മീഡിയം ഇല്ലേ, ഈ ലെവലിൽ ഇങ്ങനെ കൂട്ടി വെച്ചാണ് അങ്ങനെ പോയാൽ മതി. ആ ലെവലിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂട്ടി വെച്ചാണ്. ഗൈസ് വഞ്ചി തൊഴണേക്ക് തൊഴിഞ്ഞു വരുന്നുണ്ട്. റോഡ് നോക്കി, റോഡ് കൂടെ വാ, റോഡ് കൂടെ മെല്ലെ മെല്ലെ മെല്ലെ. ബാക്കത്തെ ബ്രേക്കുമ്പോ കൈ ഉണ്ടായിക്കോട്ടെ. രീതിയിലാക്കല്ലേ, കൂട്ടിയാ കുറക്കലില്ല. കൂട്ടിയാ കുറക്കായി കഴിഞ്ഞാൽ വണ്ടി കൊണ്ടാണ്. ആ ബ്രേക്കുമ്പോ കൈ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ബ്രേക്ക് പിടി. ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോ ഷെയ്ക്കിങ് ഉണ്ടാവും. ഞാൻ മണ്ടി കാണാം, അതുകൊണ്ടാണ്. എന്നെ കാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ ഇങ്ങനെ കാട്ടുക. കൂട്ടാ കുറക്കാക്കണ്ടേ. മെല്ലെ ഒരു മീഡിയത്തിൽ ഇങ്ങനെ മെല്ലെ 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 മെല്ലെ. മമ്മ അവിടെ ഇരുന്നോളി, അവിടെ പറയുന്ന മൈക്ക് ചെയ്യേ. കൂട്ടാ കുറക്കാന്ന് കളിച്ചാൽ നിൽക്കണ്ട. അപ്പൊ പൊളിഞ്ഞാടുക ചെയ്യാം. ഇത് എപ്പോഴും ഒരു ഇതില് ഇത് കണ്ടോ. ഞാൻ വണ്ടി പോകണുണ്ടോ വണ്ടിയെ വെച്ചടിച്ച് ഒന്ന് പിടിച്ചിരുന്ന ബ്രേക്ക് നോക്കി വിട്ടോ. വിട്, വണ്ടി പോകണുണ്ടോ. ഇതിലിങ്ങനെ പോയാൽ വണ്ടി പോകണുണ്ടല്ലോ. ഇതൊക്കെ ഇത് കൂട്ടാ കുറക്കാന്നില്ല. വെള്ളം ഇങ്ങനെ കൊടുത്താൽ മതി. ഒന്നായിട്ട് വിടാൻ നിക്കണ്ട, മെല്ലീച്ചേ ഒക്കെ മെല്ലീച്ചേ കേട്ടോ. ഓവർ കൂടണമെങ്കിൽ ബ്രേക്ക് പിടിച്ചോ. വെള്ളം ഇങ്ങനെ പോയിക്കളി. അതന്നെ ഞാൻ ആണെങ്കിലേ ബാക്ക് അമ്മക്ക് ഊരക്ക് ചെറിയ പ്രശ്നമുണ്ട്. അത് ഊര കറക്റ്റല്ല. വെള്ളം ബാക്ക് പിടിച്ചു തരാം. ഇങ്ങനെ പോയിക്കളി. വെള്ളം ഇങ്ങനെ പോയിക്കളി. ബ്രേക്ക് പിടിക്കാൻ കേട്ടമ്മ. റോട്ടിൽ കൂടെ പോണേ, റോട്ടിൽ കൂടെയാണ് പോകേണ്ട വണ്ടി. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് വരരുത്. അതാണ് നമ്മുടെ റോഡ്. ഇടത്തെ ഭാഗത്ത് കൂടെയാണ് നമ്മളെപ്പോഴും പോകേണ്ടത്. ഇടത്തെ ഭാഗത്ത് കൂടെ നമ്മളെപ്പോഴും പോകേണ്ടത്. ഏത് ഭാഗത്തേക്കാ പോണേ ആ ഭാഗത്തിന്റെ അടുത്തേക്ക്. അങ്ങനെ പോകുകയാണെങ്കിൽ ബ്രേക്ക് പിടിക്കുക. കൈന്ന് പാളിന്ന് ഇറങ്ങി കഴിഞ്ഞാല് ബ്രേക്ക് പിടിച്ച് വണ്ടി നിർത്തുക. അതൊക്കെ ഉണ്ടാവും. ഗൈസ് വണ്ടി ഞാൻ കഴിഞ്ഞു. എന്നിട്ടോ കയ്യൊന്നും ഇങ്ങനെ വെച്ചാ നിർത്തിയേക്ക് നോട്ടെ. ഇങ്ങോട്ട് ഇങ്ങനെ കാണിച്ചേരി. അത് ഗൈസ് കുറച്ച് കയ്യിന്നിട്ട ഇളക്കലാണ് അല്ലേ. ഒരു ഗ്ലാസ് ചായവെള്ളം വെച്ചാൽ മതി, വേണ്ടാക്കും അല്ലേ. അല്ല വൈകുന്നേരം ടൈമാണ് ഗൈസ്. മെല്ലെ പോരാ. വന്നാ ശരി. ഇപ്പൊ ഞങ്ങള് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കണ്.
ഒറ്റക്ക് എടുത്ത് വരി. ഞങ്ങളൊന്ന് മണ്ണോട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ബാക്കിൽ നിന്നിട്ട് ഇമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടോക്കട്ടെ. അപ്പുറത്ത് നോക്കിയാ സീൻ ഉണ്ടാവില്ലല്ലേ? പോവില്ല. എന്നാ ആ പോരി അല്ലേ, ഞാൻ പറഞ്ഞ രീതിക്ക് ഇങ്ങനെ പോരി. അങ്ങനെ തന്നെ ഞാൻ രൂപ അങ്ങനെ പോയിക്കോ, നേരെ പോയിക്കാണ്. പിന്നെ നല്ല മണ്ണണ്ട, അങ്ങനെ പോയിക്കോ. വെല്ല എന്തേലും ഒരു തടസ്സം. ബ്രേക്ക് എടുത്ത കൈമത്തെ ബ്രേക്ക് പിടിച്ചോ? ആ അത്രയ്ക്ക് സ്പീഡിലൊന്നും പോകാനായിട്ടില്ല. ഇപ്പൊ അങ്ങോട്ട് പോയില്ലേ? അത്രയ്ക്ക് സ്പീഡിലും പോകണ്ട. അത്രയ്ക്ക് സ്പീഡൊക്കെ ഓവർ സ്പീഡാണ്. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. ഒരു മീഡിയത്തിൽ പോയാ മതി. ഓവർ സ്പീഡ് അത് നല്ല കൂട്ടാണ്. അത് നമ്മള് കൂട്ടാതെ വണ്ടി ഓട്ടോമാറ്റിക് ഉണ്ടാക്കി വെച്ചിട്ട് മെല്ലെ ഇതാവൂല. ഇമ്മയാണ് വണ്ടി കൺട്രോൾ ചെയ്യണേ. ഞാൻ പറഞ്ഞില്ലേ ഈ സാധനമാണ് വണ്ടി കൺട്രോൾ ചെയ്യുന്ന സാധനം, മനസ്സിലായോ? ഇമ്മ എങ്ങനെ ഇത് കാട്ടണോ അതിനനുസരിച്ചിട്ടേ വണ്ടി പോവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് മെല്ലെ ഇങ്ങനെ ഇതാക്കിയ മെല്ലെ ഉമ്മമാനെ അവിടെ എത്തിക്കണ്. മെല്ലെ ഇങ്ങനെ കൂട്ടാ, മനസ്സിലായോ? മെല്ലെ അതായത് ഒന്നായിട്ട് കൂട്ടും വേണ്ട, ഒന്നായിട്ട് കൊടുക്കും വേണ്ട. ഒരു എന്തിനാ? അത് ചെറുതായിട്ട് കൈമ വേണം, ചെറിയ ലെവലിൽ കൈമ വേണം. അതെന്തറിയോ, ഇൻ കേസ് എന്തെങ്കിലും മാക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചാ ഇതുമ്മനാണ് വിട്ടിട്ട് ഇതാണ് പിടിച്ച, മനസ്സിലായോ? വരല്ലേ നമ്മൾ കുറച്ച് വിട്ട് നോക്കട്ടെ. ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തന്നെ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ പഠിച്ചോളൂ. കുറേ നാളായി ഓട്ടിയിട്ടൊക്കെ. ബാക്കി നമ്മൾ ഒന്നും പാടെ കുറച്ച് ദൂരം വെച്ച് നോക്കാം. ഇവിടെ എത്താൻ വരുമോ നോക്കട്ടെ. പഠിച്ചട്ടെ. നമ്മള് പഠിച്ചൊക്കെ എങ്ങനെയാണ് അവനെ പോയിട്ട് ഇല്ല, നമുക്ക് ഓട്ടാൻ അറിയുന്നുള്ള വെറും കോൺഫിഡൻസ് മാത്രമല്ല എനിക്ക്. അതിന്റെ ഓട്ടിയാണ് കേട്ട് നമ്മള് പിന്നെ സൈക്കിൾ ബാലൻസ് കൂടി ഇല്ല, അതുകൊണ്ടല്ലേ. വരി പോരി 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 കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണുണ്ട്. പക്ഷെ കാല് രണ്ടും നിലത്താണ്. വണ്ടി കൊറേ കുഴങ്ങോട്ടോ. എങ്ങോട്ടോ പോണത്? ഇങ്ങടാ അതേ മൈക്ക് ഇങ്ങോട്ട് കൊണ്ടുവാ. അനുവാ ഡാ, അതേ മൈക്ക് ഇങ്ങോട്ട് വാ. കഴിച്ച് നല്ല ലോങ് കേട്ടോ. അങ്ങോട്ടൊറ്റ ഓട്ടി പോയിക്കണേ. ഇനി ഇമ്മ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ഉമ്മാനെ. പോര് പോര്. എടാ നീ മുമ്പ് മാറിക്കൊടുത്തേക്ക്. ഉമ്മ അങ്ങനെ പോന്നോട്ടെ. റോഡിന്റെ നടുവ് കൂടെ അല്ല, ഒരു അഴിവ് കൂടെ പോണ്ടിയത്. കയ്യും കാലും വറച്ചിട്ടാട്ടോ ഗൈസ് പോണത്. ആ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാ അറിയാം. വളവാണ് അങ്ങോട്ട് ഗൈസ്. ഇപ്പൊ ഉമ്മ ഒറ്റക്ക് ഇങ്ങനെ ഓട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഉമ്മാന്റെ ബാക്കിൽ കയറ്റിയിട്ട് ഓട്ടാം. അതാവുമ്പോ ഒന്നും പാടെ കുറച്ച് ലോങ് പോകാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഉമ്മാക്ക് ബാലൻസ് ഉണ്ടോ നോക്കിയതാണ്. അപ്പൊ ബാലൻസ് ഒന്നും കുഴപ്പമില്ല. എങ്ങോട്ട് കാണാനല്ലോ. വെള്ളം എടുത്തിട്ടില്ലല്ലേ? കൊഴിഞ്ഞാകെ. കുഴപ്പമില്ലാതെ ഓട്ടുണ്ട് കേട്ടോ ഗൈസ്, കുഴപ്പമില്ലാതെ ഓട്ടുണ്ട്. ഞാൻ ബാക്കിൽ വണ്ടി പോവാണ്. ഇമ്മാനെ റോഡൊക്കെ ഇങ്ങനെ ക്ലിയർ ആക്കി വെച്ചാണ്ട് വണ്ടി പോവാണ്. ഞാൻ താഴെ പോയി കൊണ്ടുവരാം വെള്ളം കുഴപ്പമില്ല. പോകണ്ട. കുഴപ്പമില്ലാത്ത രീതിയിലോട്ടുണ്ടോ? പേടിണ്ടോ? തിരിച്ചു വെച്ചോ, ഒറ്റക്ക് തിരിച്ചോമ്മ. കാല് ജസ്റ്റ് ഒരു ഇതാക്കിയാൽ മതി. ഉമ്മ കുറച്ചുകൂടി മുമ്പ് ഇരിക്കാൻ പറ്റുമോ? ആ ഇനി മെല്ലെ തിരിച്ചാണ്. ഇല്ലല്ലോ ഒന്നും പൊക്കൂല. തിരിച്ച് ബാക്ക് ബ്രേക്കുമ്പോ കൈ ഉണ്ടായിക്കോട്ടെ. മെല്ലീച്ച് കൂട്ടിയാൽ മതി. അങ്ങനെ തന്നെ. പോട്ടെ തോടൊന്നും കുഴപ്പമില്ല. നീ തിരിച്ച് നീ ബാക്ക് കൊന്തി. ബ്രേക്ക് മോടി ബ്രേക്ക് ഒന്ന് ഇട്ടമ്മ ബാക്ക് കൊടുക്കുമ്പോ. നീ തിരിച്ച്
റോട്ടിക്ക് വരും അങ്ങനെ ഇടയ്ക്ക് ഇനിയിപ്പോ ഇങ്ങനെ ഒന്ന് പോയി നോക്കട്ടെ നമ്മ കുടിക്ക്. ആ വണ്ടി എടുത്ത് ആ അങ്ങോട്ട് പോയി വെക്കാം, കുറച്ച് ആ റോട്ടിന് അങ്ങനെ പോയി വെക്കാം. ഇമ്മ അങ്ങോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ ഇടത്തേകത്ത് കൂടെ പോവാ, ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ ഇടത്തേകത്ത് കൂടെ വരാം. ഉമ്മാന്റെ ഭാഗം എപ്പോഴും ഇടത്തെ ഭാഗമാണ്. മറ്റേ വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ പോയി നോക്കാം. വണ്ടിമ്മ കേറാത്തപ്പോ നിന്ന് വീഴുമ്പോഴത്തേരം പറയുന്നത് അതുമ്മ കേറിയാല് ഇമ്മമാക്ക് വേണമെന്നുണ്ട് ഓട്ടിക്കോ. സത്യം പറഞ്ഞ വർക്കുണ്ട് കേട്ടോ, നിങ്ങൾക്കെല്ലാം വർക്കുണ്ട്. അതൊക്കെ മാറും. അതൊന്ന് പഠിച്ചു കഴിഞ്ഞാ നമ്മള് വണ്ടി ഓട്ടാന്ന് അറിയുന്നുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. എപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പിലല്ലേ നമ്മൾ എല്ലാ കാര്യം ചെയ്യണ്. ആ ഒരു വിശ്വാസം മനസ്സിലുണ്ടായോണ്ട്, ആ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തും ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ്ടില്ലേ, ഒരു തേങ്ങയില്ല അപ്പൊ ഇങ്ങനെ ആയില്ലേ. എന്നാ പാ പോയി കുടി. അങ്ങനെ തന്നെ പോയി കുടിക്ക്. ആ എല്ലാം ഇങ്ങനെ പോയിക്കാണി. അങ്ങനെ തന്നെ അതന്നെ കൂട്ടാ കുറക്കാന്നും ചെയ്യല്ലേ. ആ വെല്ലേ കുറച്ചാണി, അത്രയ്ക്ക് സ്പീഡ് വേണ്ട. കുറച്ച് കുറക്കാൻ പറയുമ്പോൾ ഒന്നായിട്ട് കുറക്കണ്ട, കുറച്ച് നീ കൂട്ടിക്കാണി. കൂട്ട് ഇത് നമ്മളെ സ്ഥലമല്ല, നമ്മളെ സ്ഥലം അപ്പുറത്താണ്. കൂട്ട് അതിന് ഒന്നായിട്ട് കൂട്ടണ്ടേ, നമുക്കൊരു ഇതുണ്ടേ, ഒരു ലിമിറ്റ് ഉണ്ടാവേ. ആ കൂട്ടിൽ അങ്ങനെ പോയിക്കാണി. അങ്ങനെ പോയി അങ്ങനെ തന്നെ കാല് രണ്ട് മേപ്പിട്ട് കയറ്റിക്കും. മറ്റേ കാല് രണ്ട് നിലത്താണ്. കാല് രണ്ട് മേപ്പിട്ട് കയറ്റിക്കും. എന്താണ് അങ്ങനെ പോയി ഇപ്പൊ പോണ പോക്കി തന്നെ അങ്ങനെ പോയിക്കോ. അങ്ങനെ റോഡിന്റെ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കോ. ഊരെ പോകരുത്. കുഴപ്പമില്ല, ഒരു വണ്ടി വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളെ ഭാഗം ഏതാ ഒരു ഓല ഭാഗത്ത് കൂടെ പോകാനറിയാം. നമ്മളെ ഭാഗത്ത് കൂടെ പോയാൽ മതി. ഒരു ഭാഗത്ത് കൂടെ അങ്ങനെ പോയിക്കോ. ബാക്കിൽ ഒരാളിരിക്കുമ്പോ കുഴപ്പമില്ല കേട്ടോ, ഇങ്ങനെ പോകുന്നുണ്ട്. ആദ്യം നേരെ നിർത്തി, എന്നതിനെ പഠിക്കും. എന്ത് കാട്ടണേ വളവാണ്. പിന്നെ റോഡ് വളവ് വേണ്ടേ, പിന്നെ കുടുക്കി അങ്ങനെ തന്നെ അങ്ങനെ പോയി. ഗൈസ് ഇനിയും മമ്മിയും അനു മമ്മിയും ബാക്കിൽ വരുന്നുണ്ട്. വണ്ടി വരുന്നുണ്ട്. ഒന്നായിട്ട് ബ്രേക്ക് പിടിച്ച് നിർത്തല്ലേ. ബ്രേക്ക് പിടിക്കാനൊരു രീതി ഉണ്ട്. വെല്ല പിടിച്ച് നിർത്തി, അല്ലെ ഇപ്പം പല്ലൊക്കെ പാടായ്മ പോയി അടിച്ചു. അമർത്തി പിടിച്ചാണ് ബ്രേക്ക്. എന്തിനാ വെപ്രാളം കൂട്ടി അമർത്തിയാണ് പിടിച്ചിന്. വെല്ല വെപ്രാളം കാട്ടില്ല. മുമ്പ് കിരിച്ച് പഠിച്ച് ബാക്ക് കിരിച്ച് പഠിച്ചല്ലേ. എങ്ങനെയാലും ആക്കിയിട്ട് കാര്യമില്ല. തിരിച്ചാ ഇങ്ങോട്ട് മുമ്പ് കയറി കൊടുക്കി. അങ്ങനെ തന്നെ കൊടുക്ക്. അങ്ങനെ തന്നെ പൈസ അടവ് കാട്ടിയിട്ട് ബാക്കിക്ക് തിരിച്ചു പോകാനുള്ള പരിപാടിയാ. ബ്രേക്ക് പിടിച്ച് ആ പിടുത്താൻ പാടില്ല, അത്ര അമർത്ത പിടിക്കരുത്. നീ ബാക്കിക്ക് വലിച്ച് ഞാൻ മതി. ഞാൻ അവിടുന്ന് വളച്ചെടുത്ത് പോകണം കേട്ടോ. അവിടുന്ന് വളച്ചെടുത്ത് പോവാം. ഗൈസ് ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, നമ്മള് വന്ന സ്ഥലത്തേക്ക്. പോയിക്കോ, മുമ്പിൽ പോയിക്കോ. എന്റെ പടച്ചോനെ, എന്താ കാട്ടണേ? ഇമ്മ കേറി ഇരിക്കല്ലേ, കേറി ഇരിക്കരുത്. കേറി ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടി പോകും, ഊരമെന്ന് പോകും. ഊര വളയില്ലേ, കേറി ഇരിക്കല്ലേ വണ്ടിമേ. ആദ്യം തൊയലാണ്. പെണ്ണുങ്ങൾ ആദ്യം അങ്ങനെ പഠിച്ച, ആദ്യം കാലുകൊണ്ട് തൊയണം, എന്നിട്ടാണ് വണ്ടി എടുക്കേണ്ടത്. ഇങ്ങനെ കൊടുത്താണി വെല്ല, ഇങ്ങനെ കാലുകൊണ്ട് തൊയഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താണി. ഇടുക്കി എടുക്കങ്ങട്ട്. വണ്ടി പോയി കഴിഞ്ഞാൽ ഇനി കാല് കയറ്റി വെച്ചാ, കയറ്റി വെച്ചോ, കാല് കയറ്റി വെക്ക്. നീ നേരെ പോയിക്കോ, വന്ന മൈക്ക് പോക്ക് അങ്ങനെ പോയിക്കോ. എന്തൊക്കെ പണിയാണ് ഗൈസ്, നോക്കണം നിങ്ങള്. ഏതാണ് ഇത്? നമ്മളെ സൈഡല്ല, നമ്മളെ സൈഡ് അതാണ്. അപ്പുറത്ത് പോയി, ഇതല്ല നമ്മളെ സൈഡ്, നമ്മളെ സ്ഥലം അപ്പുറത്താണ്. അപ്പുറത്ത് പോയി പഠിക്കുമ്പോ തന്നെ ഗൈസ് എല്ലാ റൂൾസും അനുസരിച്ചിട്ടാണ് നമ്മൾ പഠിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി കഴിഞ്ഞാലും ഇങ്ങനെ പോവാ. സിമ്മാന് ഊര നേരെ നിൽക്കണില്ല കേട്ടോ. ഇവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളകി കളിക്കാണ് ഊര. അത് ശരിയാക്കണേ, കുറെ കഴിയുമ്പോൾ ശരിയാവേ. ഇനി ബ്രേക്ക് പിടിക്കാനൊരു രീതി ഉണ്ട്. ഒറ്റ പിടുത്തല്ല, ബ്രേക്ക് വെല്ല ഇങ്ങനെ പിടിച്ചു വരണോ, വെല്ല പിടിച്ചു വരണോ. നിർത്തി.
വെല്ല 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 2 കാലിട്ട് വേണമെങ്കിൽ തൊയഞ്ഞിട്ടൊക്കെ നിർത്തിക്കോ. കണ്ടില്ലേ പോണണ്ടില്ലേ? അങ്ങനെ നിർത്തല്ലേ, അങ്ങനെ നിർത്തരുത് വണ്ടി, അങ്ങനെ നിർത്തരുത്. ഒറ്റയടിക്ക് പിടിച്ച് നിർത്തേ. ഒറ്റടിക്ക് പിടിച്ചെടുത്തരുത്. മെല്ലീച്ച ഞാൻ പറഞ്ഞില്ലേ, എല്ലാം മെല്ലീച്ച മതി. സാവധാനം നോക്കി നോക്കിയാ വെയ്ക്കും, സിമ്പിളായി വെയ്ക്കും. ഇത് പേര് കൂടനെ പോലെ തോന്നുന്നുണ്ട്. എന്ത് ഇവിടെ വേറൊരു സാധനം ഉണ്ട്, ഇത് കൂടാതെ കല്ല്, അത് വെച്ചായിരുന്നു. അതുകൊണ്ടൊക്കെ എന്താ കാര്യം? പഠിച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കണം, അല്ലാതെ തട്ടിക്കൂട്ട് പരിപാടി പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ചാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിച്ചണം. അമ്മ നീ ഇമ്മ മാറി, ഞാൻ കാണിച്ചു തരാം. ഉമ്മ പഠിച്ചതുണ്ടോ? നമുക്ക് വലിയ പണിയൊന്നുമില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ബ്രേക്ക് പിടിച്ച രീതി ഉണ്ട്, കണ്ടോ? കണ്ടില്ലേ? ബ്രേക്ക് പിടിച്ചപ്പോ കാലപ്പോ മാണപ്പോ ആദ്യമായിട്ടല്ലേ പറയുന്ന വൈക്ക് ചെയ്താൽ മതി, അപ്പൊ കുഴപ്പമില്ലല്ലോ. മമ്മ കയറി അത് മമ്മക്ക് ഹെൽമെറ്റ് ഇട്ടിട്ടതാ. ഇതെങ്ങനെ കഴിക്കാം? അങ്ങനെ നല്ല മമ്മ പിടിച്ചിട്ടും പാടില്ല, അങ്ങനെ ചെപ്പെടുത്തൂലേ കേറി പോണ്ട് പടച്ചോനെ. സാധനം ഇപ്പിടി കണ്ണ് അത് ക്ലിയർ ആയിക്കണം മുമ്പ്. ഇത് വല്ലാതെ ഇങ്ങനെ കൂട്ടരുത്. ഓക്കെ 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 ഗൈസ്, ഉമ്മമാനെയും കൊണ്ട് നമ്മളത് പോകുകയാണ്. ഇതിങ്ങനെ കൂടി കൊടുത്താണ് വല്ലേ കണ്ട് ഉമ്മ കണ്ട് പഠിച്ചോ. അമ്മ വില കൂടി കൊടുത്തു മുമ്പക്ക് ആ കുടിക്കോളി. മുമ്പ് ഇങ്ങോട്ടാണ്, ആ കുടിക്കോളി അതന്നെ. റോഡ് നോക്കി ഉമ്മ, റോഡ് നോക്കി. ഓലൊക്കെ അങ്ങോട്ട് ഓട്ടിപ്പോയിക്കണ്. ഉമ്മമാന്റെ ഹോട്ടലിൽ കണ്ടോണ്ടിഞ്ഞ്, അല്ലാതെ ഉമ്മ കാട്ടണ വൈക്കല്ല കാട്ടണ്ടേ. പേടി ഇമ്മാന്റെ ആദ്യം ഓട്ടിയപ്പോ എങ്ങനെയുണ്ട് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാ? കുഴപ്പമില്ല, പക്ഷെ ഉള്ളിലൊരു പേടി ഉണ്ടാവും എന്തായാലും, കാരണം ഫസ്റ്റ് ടൈം പഠിച്ചല്ലേ. നാളെ വീണ് ഇതാക്കണ അവിടെ ഇതാക്കണ ആ ഡ്രം കാണണ്ടേ ഗൈസ്, അതിന്റെ ഇതാക്കണ ഈ ഭാഗത്താണ് വീണത്, ആ ഡ്രമ്മിന്റെ കുറച്ച് ഇപ്പുറത്ത് ഇവിടെയാണ് വീണത്, അവിടെ ആ റോട്ടില്. അപ്പൊ അതിന്റെ പേടിയല്ലേ, അതൊന്നും സീനില്ല, വീണാലേ പഠിച്ചോളൂ. ഹോണടി കേൾക്കുന്നുണ്ട്. ഗൈസ് ഇതാക്കണ വരുന്നുണ്ട് കേട്ടോ, സാഹിത്യ കലാകാരന്മാർ വരുന്നുണ്ട്. യാള കണ്ടോ, ഇമ്മമ്മ ഓട്ടി പോയിരുന്നു നോക്കിയാ, ഇമ്മമ്മ ആക്കണ ഓട്ടി പോയിരുന്നേ. ഇമ്മമ്മ കണ്ണാടിമ പിടിച്ചിരിക്കാണോ? കൊടുത്തു കഴിഞ്ഞാലേ പണി പാളും. മമ്മ എങ്ങനെയുണ്ട് വണ്ടി ഓട്ടാ? എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളിയല്ലേ? അതെ അതെ. എന്നാ ഞാൻ ഇറങ്ങിക്കോളി. തക്കം പിടിച്ചോ, അല്ലെങ്കിൽ തക്കൊക്കെ പോയി വീട്ടിൽ പോയി ആമത്തോട് വരുന്നേക്ക് കണ്ണ് കാണുന്ന രീതിയിലൊക്കെ. കണ്ണ് മുമ്പ് മക്ക് കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണ് ഹെൽമെറ്റ് ഉണ്ട്. അല്ല ഒന്നായിട്ട് ഇങ്ങോട്ട് മുമ്പ് ഹെൽമെറ്റ് അല്ലാതെ സേഫ്റ്റി കളയാനല്ല. ആണോ? ഞാൻ കൊണ്ടോണ്ടിയ അടച്ചോനെ ഇന്നൊരു വട്ടം കൊണ്ട് തള്ളിയിട്ടാണ്. കേറുമ്പോ കാശ് വലിയ പ്രശ്നമല്ല, പക്ഷെ അരിയും കേറുമ്പോഴാണ് പ്രശ്നം. ആ വളവിൽ കൊണ്ട് ഇട്ടിക്കാണേ. നോക്കട്ടെ, ഓക്കെ അല്ലേ? കേറി, എന്നിട്ട് വണച്ച് കയറാന്. കേറി, ഇനി ഞങ്ങളൊന്ന് പോയിട്ട് വരാടാ. ഓക്കെ, പോയി സെറ്റാക്കി വാ. പോയി സെറ്റാക്കി വാന്ന് അനക്ക് പറയാ. ഇമ്മ ധൈര്യത്തോടെ ഇടുക്കിട്ടോ. നീ വണ്ടി പോയിക്കോളി. പോയിക്കോ ഗൈസ്, പോകുന്നുണ്ട്. പോയിക്കോ നല്ല കൂട്ട കുറക്കാൻ നിൽക്കണം. ഒരു മീഡിയത്തിൽ അങ്ങനെ മതി, അതിലങ്ങനെ പോയാൽ മതി. ഓടിക്കോ, കുറച്ചുകൂടി സ്പീഡിൽ പോയിക്കാണേ. പോവാ. പോട്ടെ. ഒന്ന് ചിരിച്ചളി. ഇത് ഒന്ന് ഇങ്ങോട്ട് പോക്കണേ, അല്ല ചിരിച്ചാൽ മതി. ശരിയൊന്നും വരുന്നില്ല. റോഡിൽ കൂടെ പോകാം, സൈഡിൽ കൂടെ പറ്റേ പോലെ. പോകുന്നുണ്ട്. ഇനി മോണ്ടന്റെ അടുത്ത് തന്നാണ്ട് ഒരു മീഡിയം ലെവലിൽ നിർത്തിക്കാണി. മെല്ലെ ആട്ടല്ലേ, മെല്ലെ നിർത്തി. ഒന്നായിട്ട് ബ്രേക്ക് പിടിച്ചില്ല. എന്താ കാട്ടിയെന്താ? എന്താണ് എന്താ കാട്ടിയത്? ഇത് നിർത്താനാകുമ്പോ ഒരു ബേജാറ്. എന്തിന് നിർത്താനാകുമ്പോ ഒന്നുമില്ല. ഈ സാധനം ബ്രേക്ക് പിടിച്ചത് ഇത് കുറക്ക, ഇത് ബ്രേക്ക് പിടിച്ചോണ്ടേ നിക്ക. മനസ്സിലായോ? ആണോ? അല്ല, പോകുന്നോണ്ടല്ലേ കുഴപ്പം. നിർത്താനാകുമ്പോ അമ്മ വെകിളി കാട്ടിന്ന് പറഞ്ഞേ അല്ലേ? പേടിച്ചിട്ടാണത്. പേടിച്ചതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല, മെല്ലേച്ച പോയ സാവധാനം പോന്നാ മതി. ഇനിയിപ്പോ ഇരുട്ടായി, നമുക്ക് നേരെ പെരിക്ക് പോവാം. പോവല്ലേ? എന്നാ ഇനി നേരെ നമുക്ക് പെരി പോയേക്കല്ലേ?
പോവല്ലേ ഈ വയ്യതാ പുളിഞ്ചിരി വണ്ടി ഒട്ടീന്റെ പുളിഞ്ചിരിയാണെന്ന് അല്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഉമ്മമാനോട് നേരത്തെ ജസ്റ്റ് ഒന്ന് കയറാൻ പറഞ്ഞു ഉമ്മമ്മ സ്റ്റെപ്പ് കയറി പോണ വഴിക്കാണ് കയറി പോയത് ഞാൻ വിചാരിച്ചു തീരുമാനമായത് ഏതായാലും ഓക്കെ എന്നാ ഞാൻ നേരെ പെരി പോയേക്കട്ടെ ഗൈസ് നമ്മളിവിടെ പെരിയിലെത്തിയ ടൈമില് നമ്മള് താഴത്തെ പെരക്കാരോട് ചെന്ന് ചോദിച്ചിന് അപ്പൊ ഓലെ വീഡിയോയിലാക്കണോണ്ട് കുഴപ്പമൊന്നും ഉണ്ടോന്ന് അപ്പൊ ഓർക്ക് കുഴപ്പമില്ലായിരുന്നു ഇവിടെ വരികടാ വരെ അപ്പൊ ഓലെ എല്ലാരും കൂടി വരുന്നുണ്ട് ബാക്കിയുള്ള കിട്ടിയിട്ടില്ലേ നമുക്ക് അറിയില്ലല്ലോ നമ്മളധികം നമ്മളതല്ലാത്ത വേറെ ആരും നമ്മള് വീഡിയോസിൽ എടുക്കലില്ല കാരണം ഓലെ പെർമിഷൻ എല്ലാം എടുക്കണ മോശമാണ് അപ്പൊ നമ്മളിപ്പോ ഒന്ന് ചോദിച്ചപ്പോൾ ഇല്ല എടുത്തോളി ഒരു കുഴപ്പമില്ല എന്നാ ഞാൻ പറഞ്ഞാ ഓരോരുത്തരുടെ പേര് പറഞ്ഞോട്ടെ എന്താണ് നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം എന്താ എന്റെ പേരെന്താ പേര് പറ എന്താ പേരെന്താ ആ എന്റെ പേര് പറ അതാണ് ഷെറീനോ പഠിച്ചത് UKG-ലൊക്കെ എത്തിയോ അടുത്ത പറഞ്ഞ അക്ഷയ പല്ലൊക്കെ പോയി അത് ശരി ചേച്ചി രണ്ടാളും കൂടി പറിച്ചു കൊടുത്തു രണ്ടിലൊക്കെ എത്തിയോ ആരോണ് 5ാം ക്ലാസ്സിലെത്തിയോ വാവ് ഇജ്ജ് അന്റെ പേര് പറഞ്ഞാ നീ അന്റെ നേരത്തെ പറഞ്ഞിട്ടില്ല എല്ലാരും പേരൊക്കെ പറഞ്ഞു നിജ് മാത്രമേ ഉള്ളൂ ഓൻ പേര് പറയാനായിട്ടില്ല എന്താണ് അഡോൺ എത്രാം ക്ലാസ്സിലാ ജി ഓൻ പഠിച്ചൊന്നുമില്ലടാ അങ്കനവാടിയിലെത്തിയോ വീഡിയോസ് ഒക്കെ കാണില്ലേ നിങ്ങള് ഉണ്ടോ രസമുണ്ടോ വീഡിയോസ് ഞങ്ങളത് ഉണ്ടോ ആണോ പ്രാങ്കിലേ ഇവന്റെ നേരത്തെ പറഞ്ഞാണ് എന്റെ പേരൊന്നുകൂടി പറഞ്ഞോളാം അയോണല്ലേ 6ാം ക്ലാസ് 7ാം ക്ലാസ്സിലെത്തി 7ാം ക്ലാസ്സിലേക്ക് എത്തി അതെ എന്താ നമ്മളെ താഴത്തെ വീട് തന്നെ എടുത്താക്കണം അതാണ് നമ്മളെ താഴത്തെ വീട് അവിടെ തന്നെയാണ് അമ്മ വരുന്നുണ്ട് അമ്മ പേര് അമ്മക്കാണ് മടി അതെ ചേച്ചിയാണ് ഞാൻ ട്യൂഷൻ എടുത്തീന് ചേച്ചിക്ക് മടിയാണ് ആണോ ഓക്കെ ടാറ്റോ ടാറ്റ പ്രാങ്കിന് അത്ഭുതമാണ് നമുക്ക് അടി കിട്ടണേ ഞങ്ങൾക്കിതൊക്കെ ഡെയിലി കിട്ടുന്നില്ല അറിയില്ല മക്കളെ അടിച്ചു വളർത്തുന്നത് നല്ല കാര്യം തന്നെയാണ് അത് നമുക്ക് ഇഷ്ടംപോലെ കമന്റ് ചെയ്തിന് മക്കളെ ഉമ്മ അങ്ങനെ അടിച്ചിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടുകാർക്ക് പ്രശ്നമാവൂല എന്നുള്ളത് എന്തിന് സ്വന്തം മക്കളെ തല്ലണീന് എന്തായാലും അടി അടിക്കന്നെ വേണം അതെ അല്ലേ തെറ്റ് ചെയ്ത ആരോ ഓൾക്ക് ശിക്ഷ കിട്ടണം പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇമ്മല്ല തല്ലണേ പെറ്റമ്മല്ല പിന്നെ വേറെ ആരാ തല്ല അല്ലേ അല്ലേ അതെ ഗൈസ് പക്ഷെ അടിത്തിരി ഓവറായി പോയി അതെ അവർക്ക് നല്ല ഏറ്റു വെല്ലുമാക്കില്ല ഉറപ്പുണ്ട് ഇമ്മമ്മ നമ്മളെ തൊടൂല അതെ ഇമ്മമാന്റെ അടുത്ത് നിന്നെ വരെ തല്ലിട്ടില്ല ചെറുപ്പത്തിൽ വല്ല തോട്ടുക്കൊക്കെ മീൻ പിടിച്ചാൻ പോയ ടൈം കിട്ടിയത് എനിക്കൊരു ഓർമ്മയില്ല ഇമ്മമാന്റെ അടുത്ത് ഇന്നെ വരെ പേടിപ്പിച്ചോളൂ നെട്ടിച്ചോളൂ ഇമ്മമ്മ നമ്മൾ ഞെട്ടിച്ചു പക്ഷെ തല്ലൂല എന്താ പറയുന്നേ അറിയോ ആ തള്ളക്ക് സ്കൂട്ടി വാങ്ങി കൊടുക്കണ്ട കമന്റിലല്ലേ അതെന്തെങ്കിലും ചെറുക്കാട്ട് ഭയങ്കര അടങ്ങാറുണ്ടായിരുന്നു നെഗറ്റീവ് കമന്റ് ഒക്കെ വിടും അത് വിട്ടേ നമ്മള് പറഞ്ഞത് എന്താണ് ഇമ്മമ്മ നമ്മളെ തല്ലണ കേസ് ഒന്നും കുഴപ്പമില്ല ഇമ്മമ്മ നമ്മളെ തല്ലൂല അതെ ഇമ്മമ്മ കഴിച്ചു നല്ല ചൂടാവും നല്ല ചൂടാ സത്യം നല്ല പേടിപ്പിച്ച് തല്ലൂല പക്ഷെ തൊടൂല എന്താ പറഞ്ഞേ അറിയോ പിന്നെ റൂട്ട് കളിച്ചുമ്പോ ഞാനും ഉമ്മയും പണിക്ക് ഇറങ്ങി പണി കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോ നിങ്ങള് ചളി കളിച്ചേക്കാരോ അപ്പൊ താഴത്തത് ചേച്ചി പറഞ്ഞു നല്ലോണം കളിച്ചോളി അവിടെ ആക്കണ ഉമ്മ വരുന്ന പറഞ്ഞപ്പോ ഏതും മെമ്മമ്മ അതോ ഗൾഫുത്തമ്മേന്ന് ചെറുപ്പത്തിൽ ഉമ്മാന്റെ പേര് ഗൾഫുത്തമ്മയാണ് ഞാൻ ഉമ്മ ഗൾഫിലാണ്ട് ഞങ്ങള് ഗൾഫുത്തമ്മ ഇമ്മമാനെ ഞങ്ങക്ക് പേടിയില്ല ഇമ്മമ്മ നമ്മളൊരു ചൂടാവും മാത്രമേ തല്ലൂല ഇമ്മ ഞങ്ങളെ തല്ലിയ കണക്കൊക്കെ എടുത്തു കഴിഞ്ഞാണ്ടല്ലേ ഗൈസ് കെട്ടിട്ട് തല്ലിക്കണേ തല്ലില്ല ബെൽറ്റ് കൊണ്ട് എന്തൊക്കെ വടി അറിയോ എന്റെ മോലാൻസ് എനിക്ക് ഹതിയായിട്ട് നല്ലൊരു ഫോൺ തന്നു അതിങ്ങനെ ഇങ്ങനെ മടക്കിങ്ങാണ്ട് ഇങ്ങനെ നീക്കണ ഒരു ഫോണ് അതിപ്പം കളിച്ചെന്ത് അതാണ് ഊരി പിന്നെ ഓനെ അടപ്പടക്കാൻ പറ്റാ അതുകൊണ്ട് എന്താ ഗൈസ് ഞാൻ ഒരു കാര്യം പഠിച്ചു ഞാൻ മൊബൈൽ ടെക്നീഷ്യനാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഞാൻ മൊബൈൽ ടെക്നീഷ്യനാണ് അന്ന് ചെറുപ്പത്തിൽ ആ ഫോൺ നന്നാക്കിയോണ്ട് എന്താ എനിക്ക് തൊഴിലായി
അതെ നമ്മളെ കലകളൊക്കെ ചെറുപ്പത്താണ് നമുക്ക് വരിക. ആ കലകളനുസരിച്ച് പഠിപ്പിച്ചാൻ പറ്റണം. മണ്ണേറ്റ് ആന അതൊക്കെ ഉണ്ടാക്കി കളിമണ്ണേറ്റല്ലേ അവന്റെ തലയിലെ സാധനം കൊണ്ട് കളിമണ്ണേറ്റല്ല സാധാ മണ്ണേറ്റ് ഓരോന്നും ഉണ്ടാക്കും. ഇവിടെ ഫാൻ ഫിറ്റ് ചെയ്യാനും അതിനും ഇതിനൊക്കെ ഓനല്ലേ അപ്പൊ ആ വണ്ടിയൊക്കെ കഴിച്ചിട്ട് ഓനല്ലേ എന്നാക്കണം. എന്നായി തന്നെ പൊട്ടനാണെന്നേലും ബുദ്ധിയുണ്ട് guys. നമുക്ക് ഓരോരോ കഴിവ് ഒരു പൊട്ടുമില്ല പൊട്ടന്മാരാണ് ഒരു പൊട്ടില്ല അത്. അതെ എന്താ പരിപാടി എന്താ വീഡിയോ വീഡിയോ ബാക്കിയല്ലേ തന്നെയാണ്. അതെ മമ്മിയും ഓട്ടാൻ പഠിച്ചു ഇമ്മയും ഓട്ടാൻ പഠിച്ചു രണ്ടാളും പഠിച്ചു. ആ അതെ സത്യം ഗൈസ് നിങ്ങൾക്ക് കണ്ടറിയാലോ. നമ്മള് വണ്ടി പോയ പോലെ തന്നെ ഇവിടെ എത്തിക്കണേ. ജസ്റ്റ് ഇവിടെ എത്തിയപ്പോ കൈകിക്കണം വേറെ മറ്റൊന്നുമില്ല വണ്ടിയാണല്ലേ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. കൊതുകുതിരി പറയാൻ മറന്നു. അതുകൊണ്ട് 2 കൊതുകുതിരി. ഇതിന്റെ പ്രൊമോഷൻ ഞങ്ങള് ഫ്രീ പ്രൊമോഷൻ ആയിട്ട് ചെയ്തിരുന്നു. കാരണം ഇത് ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ മസ്റ്റ് ആണ് അല്ലേ. ആ കൊതുകിരിക്ക് ഇവിടെ നല്ല ചെലവാണ്. കാരണം ചുറ്റിന് റബ്ബർ ആയതുകൊണ്ട് ഒരുപാട് കൊതുകുണ്ട് അല്ലേ. എന്നാ നീച്ചാണി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും അസ്സലാമു അലൈക്കും. അവിടെ അസ്സലാമു അലൈക്കും ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.